ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സെഷനാണ് അഗ്രി ഗുരുവിൻ്റെ കരിയർ ഗൈഡൻസ് 2024 എന്ന് പറഞ്ഞ സെഷൻ. അപ്പോൾ വളരെ റെലവൻ്റ് ആയിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിന് പിന്നിൽ. കാരണം നമ്മുടെ സെഷൻ്റെ പേര് തന്നെ വാട്ട് ആഫ്റ്റർ ബി എസ് സി അഗ്രി എന്നാണ്. ബി എസ് സി അഗ്രിക്ക് ശേഷം എന്ത്? ബി എസ് സി അഗ്രി നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം 500ഓളം കുട്ടികൾ ഒരു വർഷം ആ, പഠിക്കുന്ന കോഴ്സാണ് ബി എസ് സി അഗ്രി. 500-ൽ കുറയാതിരുന്ന് കൂടിയാലേ ഉള്ളൂ, മീൻസ് 500-ലധികം എന്തായാലും ഉണ്ടാവും. അത്രയും കുട്ടികൾ ഒരു വർഷം പാസ് ഔട്ട് ആവുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ പ്രൈവറ്റ് കോളേജസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഡിഗ്രിയാണ് ബി എസ് സി അഗ്രികൾച്ചർ. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മളെപ്പോഴും കേട്ടിട്ടില്ല, നമ്മൾ എപ്പോഴും അറിയുന്ന അതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് ശേഷം പ്ലാൻ ചെയ്യേണ്ടതെന്ന കാര്യമാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പാർട്ടിയെ നമ്മൾ ഈ 2 സെഷൻസ് ആക്കി തിരിക്കാം. ആദ്യം നമ്മൾ പാർട്ടിയെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ എങ്ങനെ കയറാം, എന്തൊക്കെ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാണ് ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ മറ്റൊരു അടുത്ത പാർട്ടിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് എങ്ങനെ കയറാം, അതുപോലെ തന്നെ അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ കാര്യത്തിലോട്ട് കിടക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ നിങ്ങളെപ്പോലെ ബി എസ് സി അഗ്രി എല്ലാം കഴിഞ്ഞ് എം എസ് സി അഗ്രികൾച്ചറൊക്കെ ചെയ്ത് കുറച്ച് കാലം ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരാൾ തന്നെയാണ്. അതായത് നിങ്ങളെപ്പോലെ കഴിഞ്ഞിറങ്ങിയ ആളായതുകൊണ്ട് എടുക്കാത്ത വഴികളെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ആ വഴി എടുത്താൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും റിഗ്രറ്റ് ചെയ്ത ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനും എനിക്ക് കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം നിങ്ങൾ അതേ പാത്തിലൂടെ അല്ലെങ്കിൽ അതേ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ഒരു സീനിയറാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രി ഗുരുവിൻ്റെ 8 ആപ്പിൻ്റെ അല്ലെങ്കിൽ അഗ്രി ഗുരുവിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സി അഗ്രി എന്തുകൊണ്ടാണ് ബി എസ് സി അഗ്രി ഒരു ഭയങ്കര സാധ്യതയുള്ള കോഴ്സായിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ബി എസ് സി അഗ്രി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളെ മനസ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് പുറമെ നമുക്കറിയാത്ത മേഖലകളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ബി എസ് സി അഗ്രിയുടെ ഒരു ഗുണം. കാരണം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്, നമ്മൾ ബേസിക് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്, നമുക്ക് സ്റ്റാറ്റ് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വ്യത്യസ്തമായ നമ്മൾ കേട്ടുകേൾവി മടുത്ത ഈ പറഞ്ഞ അഗ്രോണമിയും ഈ പറഞ്ഞ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങും ഇതെല്ലാം അല്ലാതെ നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ഈ 4 വർഷത്തെ കോഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് പുറമേ നമുക്ക് റാവയുണ്ട്, നമുക്ക് സ്റ്റഡി ടൂർ ഉണ്ട്. നമ്മൾ വെൽ എക്സ്പോസ്ഡ് ആണ്. കാരണം കമ്പയർ ടു അതർ ട്രഡീഷണൽ ഡിഗ്രി, നമ്മൾ ബോട്ടണി, ബി എസ് സി ബോട്ടണി അല്ലെങ്കിൽ ബി എസ് സി സുവോളജി പോലുള്ള പ്യുവർ ലൈഫ് സയൻസുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ അധികം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കോഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പല ഡാറ്റകളും പറയുന്നത്. ഫോർ എക്സാമ്പിൾ 9.2% ഇന്ത്യയിലാണ് എംപ്ലോയ്മെൻറ്റ് എമംഗ്സ് ദ യൂത്ത്. ഈ ക്രൈസിസ് ഇനി കൂടുകയുള്ളൂ. കാരണം അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ബി എസ് സി അഗ്രികൾച്ചർ ഓഫർ ചെയ്യുന്ന കോളേജസിൻ്റെ സ്റ്റാൻഡേർഡ് ആവാം, യൂണിവേഴ്സിറ്റിയുടെ പോരായ്മ കൊണ്ടാവാം, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഞാനിതിൽ വിശ്വസിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ റീസൺസ് ഒന്നുമല്ല, ഇത് ആക്ച്വലി സ്റ്റുഡൻസിൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ കരിയർ പാത്തിനെ കുറിച്ച് ബോധേഡല്ല, അല്ലെങ്കിൽ നമ്മൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു നല്ല സമയം കഴിഞ്ഞിരിക്കുമ്പോൾ വൈകിട്ടാണ് പലപ്പോഴും റിയലൈസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം. ഞാൻ പറഞ്ഞു റോഡ് നോട്ട് ടേക്കൺ ആണ്, അതായത് ഞാൻ എടുക്കാത്ത വഴികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റൈറ്റ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു. എൻ്റെ പല കാര്യങ്ങളും തെറ്റാം, എൻ്റെ പല അസംഷൻസും റോങ് ആയിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും കൺസിഡർ മീ ആസ് യുവർ ഓൺ സീനിയർ. ഓക്കെ, സോ നമുക്ക് നേരെ ഇനി കാര്യങ്ങളിലോട്ട് പോകാം. യെസ്.
എന്തൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഓഫ് കോഴ്സ് ഗവൺമെൻറ് സെക്ടറിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം ബാങ്കിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫൈനാൻസ് ആണ് മറ്റൊരു മേഖല. ഇപ്പോൾ ബാങ്കിങ് എന്ന് നമുക്കറിയാം, ഏതൊരു ബാങ്ക് എടുത്താലും അത് കാനറ ബാങ്ക് ആയിക്കോട്ടെ, അതല്ല ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് യു ടേക്ക് എനി ബാങ്ക്, ഏത് ബാങ്ക് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം കാർഷിക ലോണുകളും കാർഷിക റിലേറ്റഡ് ആയിരിക്കുന്ന ലോണുകളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം പാസ് ചെയ്യേണ്ടത് BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BSc അഗ്രി അലൈഡ് സബ്ജക്ട്സ് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബാങ്കിങ് നല്ലൊരു കരിയർ മേഖലയാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മളെ എക്കോണമി വളരെയധികം കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കൊണ്ട് തന്നെ ഈ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് ആൻഡ് സീഡ് ഇൻഡസ്ട്രി ഇപ്പോഴും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് തരുന്ന മേഖലയാണ്. പിന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലൂടെ നമുക്ക് കിടക്കാം. പ്രൈവറ്റ് ജോബ്സ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ പ്രൈവറ്റ് ജോബ്സ്, ഹൈ പെയ്ഡ്, വെൽ സെറ്റിൽഡ് കോർപ്പറേറ്റ് സെക്ടറിലോട്ട് നമുക്ക് കിടക്കാം. അങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാം. അപ്പോൾ BSc അഗ്രി കഴിഞ്ഞ ഒരാൾക്ക് PGക്ക് പോകാം, PhDക്ക് പോകാം, MBAക്ക് പോകാം, PGDMന് പോകാം, അല്ലെങ്കിൽ മറ്റു സബ്ജക്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ പ്യുവർ സയൻസിലോട്ട് തിരിയാം, ബയോടെക്നോളജിയിലോട്ട് പോകാം. അങ്ങനെ നമ്പർ ഓഫ് ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസ്ക്കുകളും ഫാക്ടറുകളും ഉണ്ട്. ഗവൺമെൻറ് സപ്പോർട്ടീവ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ യു ആർ യുവർ ഓൺ ബോസ്, യു ഡിസൈഡ് ദ തിങ്സ്, റൈറ്റ്. അപ്പോൾ നിങ്ങളെ കീഴിൽ ആൾക്കാരുണ്ടാവും. സോ യു ആർ ദ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. സോ ഇറ്റ്സ് റിയലി എൻജോയിങ് സംതിങ് ഡിഫറെൻറ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ്. Then finally, we have overseas opportunities, employment as well as education opportunities, which you are migrating from this country to another country and you have to survive there. It's very difficult nowadays, and ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും വെൽ എക്സ്പോസ്ഡ് ആണ്. പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നു. അതേസമയം അവിടെ ചെന്ന് രക്ഷപ്പെടുന്നവരുണ്ട്. എന്തായാലും ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തൽക്കാലം എൻ്റെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, 5, 6 6 മേഖലകളാണ് ഞാൻ കവർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ മേഖലയാണ് ഗവൺമെൻറ് ബാർ പബ്ലിക് ബാർ കോപ്പറേറ്റീവ് സെക്ടർ. ഈ മേഖലയിൽ ഞാൻ ഏറ്റവും എൻ്റെ ജൂനിയേഴ്സിനോട് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് സിവിൽ സർവീസസ് ആണ്. കാരണം എന്തുകൊണ്ട് അഗ്രി പഠിച്ച ആൾക്കാർക്ക് സിവിൽ സർവീസ് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളത് വളരെ വളരെ ഷോക്കിംഗ് ആയ ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും +2 കഴിഞ്ഞ് പലരും റിപ്പീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അഗ്രി വാങ്ങിച്ചവരാണ്. ഇതേ കഷ്ടപ്പാടിൻ്റെ പകുതി മതി, ഇതേ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് വർക്ക് തന്നെ മതി ശരിക്കും പറഞ്ഞാൽ UPSC സിവിൽ സർവീസസ് കണക്ട് ചെയ്യാൻ, റൈറ്റ്. അപ്പോൾ അതിൽ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രി പഠിച്ചവർക്ക് എന്താണ് മെച്ചം എന്ന് പറയാൻ കാരണം, ഇതിൻ്റെ അകത്ത് മെയിൻസ്, നമുക്ക് ഈ പ്രിലിംസ് ഉണ്ട്. ആദ്യം നമ്മൾ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ പ്രിലിംസ് കോമൺ ഫോർ എവ്രി വൺ ആണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസിൽ നമുക്ക് നമ്പർ ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഒരു മെയിൻ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ നടത്താം. അപ്പോൾ നമുക്ക് അതിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്, പേപ്പർ 1, പേപ്പർ 2. ഈ പേപ്പർ 1ൻ്റെ സിലബസാണ് നിങ്ങൾ മുമ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചുമ്മാ ഒന്ന് സ്ക്രീനിലോട്ട് നോക്കി വായിച്ചു നോക്കിയേ. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കിയേ, എക്കോളജി അറിയാം, GIS അറിയാം, റിമോട്ട് സെൻസിങ് കേട്ടിട്ടുണ്ട്, ക്രോപ്പിംഗ് പാറ്റേൺ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, അഗ്രോ ഫോറസ്ട്രി, വീഡ്സ്, സോയിൽ കൺസർവേഷൻ, വാട്ടർ എഫിഷ്യൻസി, ഫാം മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. എടാ, ഇതിൽ നമുക്കറിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബേസിക് ടെക്സ്റ്റ് ബുക്സ് എടുത്തിട്ട് വായിക്കണം, റൈറ്റ്. വായിക്കാനിപ്പോൾ പ്രയാസപ്പെട്ട് കഷ്ടപ്പെടാതിട്ടൊന്നും കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ UPSC സിവിൽ സർവീസസ്, അതായത് നിങ്ങൾക്ക് IAS IPS പോലുള്ള വലിയ ലെവൽ 10 അങ്ങനെയുള്ള വലിയ ഗ്രൂപ്പ് A എന്നാ പറയാം, ഗ്രൂപ്പ് Aയിലുള്ള ഓഫീസേഴ്സ് പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് UPSC ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഗേറ്റ് വേ. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ടു മൈ ജൂനിയേഴ്സ്, യു മസ്റ്റ് ട്രൈ UPSC. ബിക്കോസ് നൺ ഓഫ് മൈ സീനിയേഴ്സ്, ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കുറ്റം പറയില്ല, ഞാൻ എൻ്റെ സീനിയേഴ്സിനെ മോശക്കാരാക്കില്ല, ദേ ഹെൽപ്പ് മീ, but none of them were able to give me guidance that you should try UPSC. When I realized I was late. Right, so you people should think about this. നല്ല കരിയറാണ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മളെ കൊണ്ട് കഴിയും, നമ്മൾ വിചാരിച്ചാൽ നടക്കും. കാരണം നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അഗ്രികൾച്ചർ ഇഷ്ടമില്ലെങ്കിൽ യു ക്യാൻ ഗോ ടു അതർ സബ്ജക്ട്സ് ഓൾസോ. നിങ്ങൾക്ക് ആന്ത്രപ്പോളജി, ജിയോഗ്രഫി, നമ്പർ ഓഫ് ഓപ്ഷൻസ് നിങ്ങളുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം എടുത്തിട്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് UPSC ഈസ് എ ഗേറ്റ് വേ, എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സ്. ബിക്കോസ് അഗ്രികൾച്ചർ സബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല,
വി ആർ റിയലി capable ഓഫ് ദിസ് ബിക്കോസ് വി ആർ ഫ്രം ദി ഗ്രൗണ്ട്. നമ്മൾ ആ ഒരു ഗ്രാസ് റൂട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അത് കണ്ട് ഫാമേഴ്സിൻ്റെ കൂടെ റാവയൊക്കെ ചെയ്ത് വി നോ ഹൗ ടു ടോക്ക് ടു പീപ്പിൾ ആൻഡ് വി ക്യാൻ ബി ഗുഡ് ഓഫീസേഴ്സ്. അപ്പോൾ UPSC സിവിൽ സർവീസ് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സ്. ഓക്കെ, ദ ഓൺലി തിങ് ഈസ് ഹാർഡ് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദെയർ ഫോർ എവറി സിംഗിൾ ജോബ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ അസ്. സെക്കൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റി ഈസ് സംതിങ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എടുത്തു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ ദേ ആർ ടോപ്പ് സിവിൽ സർവൻസ് എന്ന് പറഞ്ഞാൽ IAS, IPS, IFS അങ്ങനത്തെ കേഡർ. തൊട്ട് താഴെ യു ഹാവ് സം അതർ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ. ഞാൻ എക്സാമ്പിൾ എടുക്കാം. ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ. നൗ ഐ വിൽ ബി യൂസിങ് മൈ സ്ക്രീൻ. യു ക്യാൻ ഫോളോ മൈ സ്ക്രീൻ ബിക്കോസ് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രം രസമില്ല. ഞാൻ എൻ്റെ പോയിന്റർ യൂസ് ചെയ്യും, എൻ്റെ പെൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്, ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ. സോ ഈ ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ ഒരു ടോപ്പ് സിവിൽ സർവൻ്റ് അല്ല, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റാണ്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് എങ്ങനെയാണ് ഗവൺമെൻറ് ഫില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെലക്ഷൻ ഫേസ് എക്സാംസ് നടത്തും. സെലക്ഷൻ ഫേസ് എക്സാംസ്. ഈ സെലക്ഷൻ ഫേസ് എക്സാംസിൽ അവർ ഈ ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറയും. അപ്പോൾ ആണുങ്ങൾക്ക് 100 രൂപയായിരുന്നു ഫീസ്. ഇപ്പം എത്ര എനിക്കറിയില്ല. പെൺകുട്ടികൾക്ക് അത് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വെറും 100 രൂപയുടെ ചിലവിൽ സെലക്ഷൻ ഫേസ് എക്സാംസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരു ഓൾ ഇന്ത്യ എക്സാം ആണ്. നമ്പർ ഓഫ് പീപ്പിൾ കോമ്പീറ്റിംഗ് ഇസ് വെരി ഹൈ വെൻ യു കമ്പയർ ടു കേരള PSC. വളരെ ടഫ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ആ ലെവലോട് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ പറഞ്ഞ സെലക്ഷൻ ഫേസ് എക്സാമിൽ അഗ്രി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. പകരം ദേ വിൽ ബി ആസ്കിങ് 100 ക്വസ്റ്റ്യൻസ് ഫ്രം ക്വാണ്ട് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിലേറ്റഡ് ജനറൽ നോളജ് എക്സെട്ര. സിലബസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഐ ഷോ യു ഹൗ ഇറ്റ് ഇസ് ഡൺ. എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എവർ ഇമാജിൻഡ് ഹൗ വൺ CBI ഓഫീസർ ഇസ് മെയ്ഡ്. ഒരു CBIയിൽ ഇങ്ങനെ ഒരു ഓഫീസർ ആവുന്നത്, സബ് ഇൻസ്പെക്ടർ എങ്ങനെ ആവുന്നത്, CBI സബ് ഇൻസ്പെക്ടർ എങ്ങനെ ആവുന്നത്, അല്ലെങ്കിൽ കസ്റ്റംസ്, നമ്മളെ എയർ കസ്റ്റംസ്, നമ്മളെ എയർ കാർഗോയിലോ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഷിപ്പ് യാർഡിലൊക്കെ ഉണ്ടാകുന്ന കസ്റ്റം ഒഫീഷ്യൽസും എങ്ങനെയാണ് കസ്റ്റം ഒഫീഷ്യൽസ് മാറുന്നത്. ഫോർ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഇപ്പോൾ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് ഒരു വർഷം നമ്പർ ഓഫ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫോർ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ എനി ഗ്രാജുവേറ്റ്, ഇറ്റ്സ് കോമൺ ഗ്രാജുവേറ്റ് അല്ലേ, ഏത് ഗ്രാജുവേറ്റിനും എഴുതാം. അപ്പോൾ നമുക്കും എഴുതാം, BSc അഗ്രിക്കാർക്കും എഴുതാം. എന്നാൽ ഈ സെലക്ഷൻ ഫേസിൻ്റെ അകത്ത് ചില പെർട്ടിക്കുലർ പോസ്റ്റുകൾ BSc അഗ്രി, MSc അഗ്രിക്കാർക്ക് മാത്രം റിസർവ്ഡ് പോസ്റ്റുകളുണ്ട്. ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ മൈൻഡ് യു, ടേക്ക് ഇറ്റ് യുവർ ഹെഡ് ദാറ്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാംസ് എവറി ഇയർ ദേ കണ്ടക്ട് എക്സാംസ്. മാസ് റിക്രൂട്ട്മെന്റ്സ് ആയിരിക്കും. ഓൾ ഇന്ത്യ തലത്തിൽ ദേ വിൽ ബി റിക്രൂട്ടിംഗ് 10 to 15 or 40, 55 ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് വാക്കൻസീസ് അവൈലബിൾ. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നമ്പർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു മേഖല ഉള്ളത് കേരള PSC ആണ്. ഗവൺമെൻറ് സെക്ടറിലോട്ട് വരുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറാൻ നമുക്ക് കേരള PSC എഴുതാം. ഇപ്പോൾ കേരള PSCക്കകത്ത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരള PSCക്ക് ഡിഗ്രി ബേസ്ഡ് എക്സാംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ AO അഗ്രികൾച്ചർ ഓഫീസർ ഒരു ഡിഗ്രി ബേസ്ഡ് എക്സാം ആണ് അല്ലേ, ഡിഗ്രി ബേസ്ഡ് ആണ്. അതേസമയം നിങ്ങൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് AO അല്ലെങ്കിൽ അഗ്രി അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ ആക്ച്വലി ഡിപ്ലോമ ആൻഡ് ഹയർ ആണ്, ഡിപ്ലോമയാണ്. എന്നാൽ അതേസമയം ദർ ഈസ് എ പോസ്റ്റ് കോൾഡ് അഗ്രോണമിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഈ അഗ്രോണമിസ്റ്റ് എന്ന എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ PG ഇൻ അഗ്രോണമിയാണ്. അപ്പോൾ കേരള PSC ഒരു വർഷം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എക്സാം വിളിക്കും. നമ്മളതെല്ലാം അപ്ലൈ ചെയ്യുന്നു, പോയി എഴുതുന്നു. ചില ആൾക്കാർക്ക് കിട്ടും, ചില ആൾക്കാർക്ക് കിട്ടില്ല. സോ കേരള PSCയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ജസ്റ്റ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ദ കൺസെപ്റ്റ്. ഈ മറ്റൊരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോട്ടാണ്. കാരണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കൊക്കെ മാസ് റിക്രൂട്ട്മെന്റ്സ് വരാറുണ്ട്, അല്ലെങ്കിൽ സമയാസമയ റിക്രൂട്ട്മെന്റ്സ് വരാറുണ്ട്. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc നെറ്റ് ആണ്. ഓക്കെ, MSc സബ്ജക്ട് പ്ലസ് നെറ്റ് വേണം നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം, നെറ്റ്. പിന്നെ ഇപ്പോൾ സിലബസ്, ഇപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെന്റ് റൂൾസ് എല്ലാം മാറി. അപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് റൂൾസ് അനുസരിച്ചിട്ട് 2018 ശേഷമുള്ള റിക്രൂട്ട്മെന്റ്സിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ഭയങ്കര ഡിഫറൻസ് വന്നു മാർക്കിംഗ് സ്കീമിൽ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളണം.
മുമ്പ് മുമ്പ് അതായത് 2018 മുമ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ നിങ്ങളുടെ UG മാർക്ക്, PG മാർക്ക്, നിങ്ങളുടെ PhD മാർക്ക്, നിങ്ങളുടെ പ്രസൻറ്റേഷൻസ്, നിങ്ങളുടെ മറ്റു ഇതര കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് യു ഹാഡ് സം 100 മാർക്സ്. ഓക്കെ, ഈ 100 മാർക്സിൻ്റെ സപ്പോസ് ഈ 100 മാർക്സിൻ്റെ നല്ലൊരു ശതമാനം മാർക്കും നിങ്ങളുടെ PG PhD മാർക്കുകളാണ്. ഓക്കെ, PG PhD മാർക്കുകൾക്കാണ് പ്രസക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ പുതിയ മാർക്കിംഗ് സ്കീം അനുസരിച്ചിട്ട്, പുതിയ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റിക്രൂട്ട്മെന്റ് റൂൾ അനുസരിച്ചിട്ട് അവർ പറയുന്ന കണ്ടീഷൻ വളരെ സർപ്രൈസിങ് ആണ്. എന്താണെന്നറിയോ? അവർ ഒരു 8 ആൻഡ് എബോവ് OGPA ഉണ്ടെങ്കിൽ, 8+ OGPA ഉണ്ടെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ മാർക്ക് തരും. ഓക്കെ, അങ്ങനെ കൂട്ടി വരുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് MSc നെറ്റ് മാത്രമുള്ളെങ്കിൽ യുവർ സ്കോർ കംസ് അറൌണ്ട് 45. ഓക്കെ, അവർ പറയുന്നത് നമുക്ക് 50 മാർക്കാണ് ക്വാളിഫയിങ് മാർക്സ്. 50 മാർക്സ് ഉണ്ടെങ്കിലേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 45 മാർക്സ് നമുക്ക് MSc നെറ്റ് വെച്ച് കിട്ടും. ഇനി ഒരു 5 മാർക്ക് നമ്മൾ കുറച്ച് പേപ്പറും പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവർ ഇതിനൊക്കെ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതായത് 10 മാർക്കാണ് ഒരാൾക്ക് മാക്സിമം നമ്പർ ഓഫ് പേപ്പർ വഴി കിട്ടുള്ളൂ. പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ വെച്ച് 10 മാർക്ക്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മോർ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മോർ മാർക്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ക്യാപ്പ് വെച്ചു 10. ആൻഡ് ദേ ഹാവ് പുട്ട് 13 മാർക്സ് ഫോർ PhD. അവർക്ക് PhDയുടെ മാർക്ക്, PhDയുടെ OGPA നോക്കിയിട്ടല്ല, വെദർ യു ഹാവ് PhD ഓർ നോട്ട്. PhD ഉണ്ടെങ്കിൽ യുവർ സ്കോർ ഷൂട്ട്സ് +30, ദാറ്റ് ഈസ് യുവർ സ്കോർ ബിക്കം 75 അറ്റ് എ സിംഗിൾ സ്ട്രെച്ച്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദി മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ, സപ്പോസ് ദർ ആർ 10 members ആൻഡ് 3 of them are having PhD, 7 are not having PhD. ഇത് ഷോർട്ട് എന്താണ്? ഫസ്റ്റ് 3 members. കാരണം എന്താ? അവർക്ക് ഒറ്റയടിക്ക് 30 മാർക്സ് കയറി വരും. സോ ബിഫോർ നോയിങ്, ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. വി റിയലൈസ് ദീസ് ഓൺ ദി വേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ BSc അഗ്രിയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ അവർ ഓപ്പർച്യൂണിറ്റീസ് ഓൺലി വെരി വെരി ലിമിറ്റഡ്. ദാറ്റ് ഈസ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിക്ക് താഴെ വെച്ചിട്ടുള്ള എക്സാംസ് മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ നമ്മൾ BScക്ക് പുറമെ നമുക്ക് MSc നെറ്റ് അല്ലേ, അതേപോലെ PhD ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ചും കൂടെ ബ്രോഡർ ആയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച കാര്യം. മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഉള്ളതാണ് ASRB നടത്തുന്ന, അഗ്രികൾച്ചർ സയൻസ് റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ARS എക്സാം അല്ലെങ്കിൽ SMS എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകം ഇപ്പോൾ ARS എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ വീണ്ടും പരിഷ്കരിച്ചു. അതും MSc നെറ്റ് തന്നെയാണ് അല്ലേ. MSc നെറ്റ് ആണെങ്കിൽ MSc ആണ് ഇപ്പോഴും ബേസിക് ക്വാളിഫിക്കേഷൻ. PhD ആക്കിയായിരുന്നു ഇടക്കാലത്ത്, ഇപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്തിട്ട് വീണ്ടും MSc നെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ARS എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ല കരിയറാണ്. യു ആർ ബിക്കമിങ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് പോസ്റ്റിലോട്ട് നിങ്ങൾ വരുന്നത്. അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ദേ ആർ വെരി ഈക്വൽ ടു അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ. പിന്നെ ARS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തലത്തിൽ യു വിൽ ബി ഏബിൾ ടു വർക്ക്, യു വിൽ ബി ട്രാൻസ്ഫർ ഫ്രം ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിലോട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. വണ്ടർഫുൾ കരിയറാണ് ARS എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ARS ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തുതരാം. സപ്പോസ് ലെറ്റ് us ടേക്ക് ഇൻ കേരള വി ഹാവ് വൺ ICR ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ICR ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സപ്പോസ് ലെറ്റ് us ടേക്ക് CTCRI. CTCRI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച്, ട്രിവാൻഡ്രത്തുള്ള ശ്രീകാര്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എവർ ഇമാജിൻ ഹൗ ദ സയൻറ്റിസ്റ്റ് ആർ? ഇവിടെ ഇരിക്കുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ എന്താണ്? ARS സയൻറ്റിസ്റ്റുകളാണ്. ഈ ARS എങ്ങനെ ആയത്? ഇവരെങ്ങനെ ARS ആയത്? അവർ BSc അഗ്രി കഴിഞ്ഞു, MSc അഗ്രി കഴിഞ്ഞു, നെറ്റ് എക്സാം അല്ലെങ്കിൽ ASRBയുടെ എക്സാം എഴുതി, അതിൻ്റെ പ്രിലിംസ് കടന്നു, അതിൻ്റെ മെയിൻസ് കടന്നു, അതിൻ്റെ ഇൻ്റർവ്യൂ കടന്നു, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ they got posted as ARS. Okay, this is how it is done. So it is not easy. My point, it is not easy. Okay, don't think it is very easy for you. No, BSc Agri കൊണ്ട് മാത്രം nothing. BSc Agri higher studies is very important, and that too your institute is also very important. Okay, but I just opened to you 3 different doors: UPSC, SSC, Kerala PSC, and Kerala Agriculture University, ASRB, ARS, SMS, etc. അപ്പോൾ നമ്പർ ഓഫ് പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു AO എക്സാം എടുത്തു, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാം എടുത്തു. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു എക്സാമാണ്. പിന്നെ ഇനി ഫാം അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഫാം അസിസ്റ്റന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാമാണ്. അപ്പോൾ അതെല്ലാം ഡിഗ്രി ബേസ്ഡ് ആണ്. യുവർ ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ലിമിറ്റഡ് വെൻ യു ഹാവ് ഓൺലി ഡിഗ്രി. ജസ്റ്റ് ഇമാജിൻ ദ കേസ് വെൻ യു ഹാവ് എൻ MSc ഡിഗ്രി. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ബ്രോഡൻ ചെയ്യണം.
from a degree-based exam, you can also attempt PG-based exam. So always your education, higher education is very essential, very important, provided that if you are focusing for these kind of exams. Okay. Now, ഞാൻ മറ്റു ചില എക്സാംസ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒരു പബ്ലിക് സെക്ടറിൽ നടക്കുന്ന പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കല്ല, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോഡീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് us take സ്പൈസ് ബോർഡ് അതൊരു കമ്മോഡിറ്റി ബോർഡാണ്. ദെൻ ഫാക്ട്, ദാറ്റ് ഈസ് ഫുഡ്, നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ. This is actually, it looks like a private company, it behaves like a private company, but you get all the benefits like government employee. Then IFCO, it is a cooperative. This is FSSI, Food Safety Standards Authority of India. അപ്പോൾ ഈ FSSIയിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ടെക്നിക്കൽ ഓഫീസർ, TO. ഈ ടെക്നിക്കൽ ഓഫീസർ MSc അഗ്രികൾച്ചർ ഉള്ളവർക്ക് എഴുതാം, ഇവർ നടത്തുന്ന എക്സാം ക്വാളിഫൈ ചെയ്യണം. എക്സാം ക്വാളിഫൈ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് they'll give you posting as technical officer. Okay, your salary will be at pay level 7. Pay level entry is pay level 7. 7 means you'll get around 72,000 rupees. Ippathe level around 60 to 72, depending upon the place of your posting. 60 to 72,000 rupees per month starting salary. Okay, അതാണ് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. അതുപോലെ തന്നെ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സാംസ് നടത്താറുണ്ട്, കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സാം നടത്താറുണ്ട്, നാഷണൽ സ്റ്റീൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സാം നടത്താറുണ്ട്. അപ്പോൾ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ മാസം ഒരു എക്സാം നടത്തിയായിരുന്നു. ആ കഴിഞ്ഞ മാസം നടത്തിയ എക്സാമിൻ്റെ പോസ്റ്റാണ് ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ്. അതിന് ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. BSc അഗ്രികൾച്ചർ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അഗ്രിഗേറ്റ് ഓഫ് 50% മാർക്സ്. ഇനി മാനേജ്മെന്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ BSc അഗ്രികൾച്ചർ കഴിഞ്ഞൊരാക്കും, അതേസമയം BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് MBA ചെയ്തൊരാക്കും, യു ഹാവ് സീൻ ദ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഇൻക്രീസസ്, സാലറി സ്കെയിൽ ഇൻക്രീസസ്. ഗുഡ് ഐഡിയ. അപ്പോൾ ഗവൺമെന്റ് ജോബ്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി, വെദർ ഇറ്റ് ഈസ് എ ഗവൺമെന്റ്, പ്യുവർ ഗവൺമെന്റ്, ഓർ maybe it's state government, or maybe it is a public sector undertaking, or a government owned wholly ഗവൺമെന്റ് ഓൺലി കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ അതോറിറ്റികളാണെങ്കിലും ഇവിടെയൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എല്ലാം എക്സാം വെച്ചിട്ടാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ യുവർ ക്വാളിഫിക്കേഷൻ യു ക്യാൻ റൈറ്റ് ദ എക്സാം, യു ക്യാൻ കോമ്പീറ്റ്, യു ക്യാൻ അപ്ലൈ യുവർ മൈൻഡ്, യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. എക്സാം എഴുതിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ, സോ ഐ വെൽക്കം യു എവ്രി വൺ ടു ദി വേൾഡ് ഓഫ് എക്സാംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര OGPA നേടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കുറഞ്ഞ മാർക്കാണോ ഒന്നും പ്രസക്തിയേ ഇല്ല. ഓക്കെ, ഇവിടെ അവർ പറയുന്നത് ഈ പറഞ്ഞ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തോ, റാങ്ക് ലിസ്റ്റിൽ വന്നോ, യു വിൽ ബി സെലക്ടഡ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഡൺ. ഓക്കെ, ഇനി ഞാൻ അടുത്ത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് മേഖലയിലോട്ടാണ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് മറ്റൊരു പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് സ്ഥലം എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയാണ്. ഫോർ എക്സാമ്പിൾ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, പിന്നെ RRBs, അതേപോലെ മറ്റു നാഷണലൈസ്ഡ് ബാങ്ക്സ്. ഈ 4 ബാങ്കുകളിലും എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ട് നബാർഡ് ഒരു എക്സാം നടത്തി. ആ നബാർഡ് നടത്തിയ എക്സാമിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം 15-ാം തീയതിയാണ് ഡേറ്റ് കഴിഞ്ഞത്. ഓക്കെ, ഐ ഹോപ്പ് സം ഓഫ് യു ഹാവ് അപ്ലൈഡ് ഓൾറെഡി. അഗ്രികൾച്ചർ ഡിഗ്രി വേണം വിത്ത് 60% മാർക്ക്, അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് PG ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ. ഉണ്ടോ? ഈ ഒരു എക്സാം എഴുതണമെങ്കിൽ അവർ പറയുന്നത് ക്വാളിഫിക്കേഷൻ ഇതാണ്, നബാർഡ് പറയുന്നു. അതേപോലെ RRB എക്സാം നടത്താറുണ്ട്. യു ഹാവ് ടു കോമ്പീറ്റ് ഓൾ ഇന്ത്യ ലെവൽ എക്സാം. പിന്നെ IBPS AFO, ഇത് അറിയാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. IBPS AFO എന്ന് പറയുന്നത് നമുക്കറിയാം നാഷണലൈസ്ഡ് ബാങ്ക്സ് ആയ ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, നമ്പർ ഓഫ് ബാങ്ക്സ് ആണ്. അതിലൊക്കെ അഗ്രികൾച്ചർ പഠിച്ച ആൾക്കാർ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസർ, അങ്ങനെ എന്തോ പറയും. അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറാണ് എനിക്കറിയുന്നത്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറായിട്ട് നമുക്ക് BSc കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ എക്സാം എഴുതി നമുക്ക് കയറാം. അപ്പോൾ പ്രിലിംസ് ഉണ്ട്, അതിനുശേഷം മെയിൻസ് ഉണ്ട്. ഇപ്പോൾ പ്രിലിംസിൽ ക്വാണ്ട് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ആണ്. മെയിൻസിൻ്റെ അകത്ത് യു ഹാവ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സബ്ജക്ട്സ്, ദെൻ ഫോളോഡ് ബൈ എൻ ഇൻ്റർവ്യൂ. അതിനുശേഷം ഗിവിംഗ് യു പോസ്റ്റിംഗ് ആസ് AFO. ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് AFO ആയിട്ട് പോസ്റ്റിംഗ് തരും. They'll give you around 60 to 70,000 rupees per month starting salary with all benefits of bank employees. എല്ലാ ബെനിഫിറ്റ്സ് യു ബി ഗിവൺ. സിമ്പിൾ ഇൻട്രസ്റ്റ് ലോൺ തരും, വെഹിക്കിൾ ലോൺ തരും, നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള പൈസ തരും, കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും.
ദിസ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഇഫ് യു ഹാവ് ഓൺലി ബി എസ് സി അഗ്രി. നിങ്ങൾ ബി എസ് സി അഗ്രി മാത്രമുള്ള ആളാണോ, ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നോ വൺ വിൽ ഗിവ് യു ദിസ് മച്ച് സാലറി വിത്ത് ബി എസ് സി അഗ്രികൾച്ചർ. അപ്പോൾ മാത്രമല്ല ഒരു വർഷം ഏകദേശം 400ഓളം വേക്കൻസികളാണ് ഇപ്പോഴത്തെ ആവറേജ് ലെവൽസിൽ ഫില്ല് ചെയ്ത് പോകുന്നത് എന്ന കാര്യം അതും കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് IBPS AFO. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ വളരെ ടഫായി തുടങ്ങി. കാരണം നമ്പർ ഓഫ് കോമ്പീറ്റിംഗ് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിഫിക്കൽട്ടായി തുടങ്ങിയിട്ടുണ്ട് എക്സാം. എന്തായാലും ഇത് വളരെ വണ്ടർഫുൾ ബാങ്കിങ് സെക്ടറിലോട്ടാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് IBPS AFO. ഇതിനൊക്കെ പുറമെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ബാങ്കുകളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ്. എന്നാൽ ഫെഡറൽ ബാങ്ക്, നമ്മളെ കർണാടക ബാങ്ക് പോലുള്ള പ്രൈവറ്റ് സെക്ടറിൽ, കരൂർ വൈശ്യ ബാങ്ക് പോലുള്ള പ്രൈവറ്റ് ബാങ്ക്സ് എല്ലാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് നടത്താറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് പത്രത്തിൽ പരസ്യം വരും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് അവരുടെ എക്സാം എഴുതി, ഇവരെല്ലാം സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നേരിട്ട് BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ആൾക്കാർക്ക് കയറാം. ഇത്രയും പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്ക് UPSC, SSC, കേരള PSC, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ARS ഓഫീസേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ബാങ്കിങ് ആൻഡ് ഫൈനാൻസിലോട്ടാണെങ്കിൽ വി ഹാവ് എ വൈഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് അസ്. പിന്നെ നാഷണൽ സീഡ് കോർപ്പറേഷൻ, കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഡിഫറെൻറ്റ് കോർപ്പറേഷൻസ് ഉണ്ട്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെ നമ്പർ ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏജൻസീസ്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഓൺലി തിങ് ഇസ് ദാറ്റ് വി ഹാവ് റൈറ്റ് എക്സാംസ്. ഓക്കെ, എക്സാംസ് പ്രിപ്പയർ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, നൗ ദ തിങ് ഈസ് ദാറ്റ് ഹൗ ഡു നമ്മളിതെങ്ങനെ അറിയുന്നത്? ഇപ്പോൾ എവിടെയാണ് വേക്കൻസി അല്ലെങ്കിൽ ഏത് എക്സാമാണ് വിളിക്കുന്നത് എങ്ങനെ അറിയും എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് മാറ്റുവാണ്. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീനിലോട്ട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഐ വിൽ ഷോ യു സംതിങ് എൽസ് നൗ. ഓക്കെ, നോക്കിയോ, ഞാൻ നേരെ എൻ്റെ സ്ക്രീൻ മാറ്റിയിട്ട് അതിൽ ഓപ്പൺ സം PDF. ചില PDF കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തേതാണ് അഗ്രി അസിസ്റ്റൻ്റ് PDF, അഗ്രി അസിസ്റ്റൻ്റ് സിലബസ്. അപ്പോൾ ഇത് 2023 വന്ന നോട്ടിഫിക്കേഷനാണ്. അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്, അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 കേരള PSC. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 100 മാർക്സുള്ള മൊഡ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കി. മൊഡ്യൂൾ 1 ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രിൻസിപ്പിൾ, എന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഗ്രോമെട്രോളജി, സോയിൽ ഹെൽത്ത് എന്നും പറഞ്ഞ് ഏകദേശം 10 പേജുള്ള സിലബസ് ആണ് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ. എന്നിട്ട് ലാസ്റ്റ് അവർ പറയാണ്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദി ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബോവ്, questions from the other topic prescribed for the educational qualification of the post may also appear in the. വല്ലാത്തൊരു പറച്ചിലല്ല പറഞ്ഞത്. There is no undertaking that all topics above may be covered in the question paper. ചുരുക്കി പറഞ്ഞാൽ BSc അഗ്രിക്ക് പഠിച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നർത്ഥം. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒറ്റ കാര്യമാണ്, ഒരു കേരള PSCക്ക് 10 പേജുള്ള സിലബസ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ UPSC എക്സാം യു ഹാവ് ഓൺലി 2 pages സിലബസ്, റൈറ്റ്? What wonderful world it is. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതേ എഫേർട്ട് സപ്പോസ് ഇഫ് യു ആർ ഗിവിംഗ് ഫോർ എ UPSC എക്സാം, ഡെഫിനറ്റ്ലി യു വിൽ ക്രാക്ക് UPSC എക്സാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറയുന്ന ഐഡിയ പറയുന്നത്, ഐ ഓൾവേസ് ടെൽ മൈ ജൂനിയേഴ്സ് ടു റൈറ്റ് ടു അറ്റംപ്റ്റ് UPSC ബിക്കോസ് ദാറ്റ് ഈസ് വണ്ടർഫുൾ ജോബ്. ഓക്കെ, യു ക്യാൻ മേക്ക് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. എൻ്റെ അർത്ഥം ഇത് മോശമെന്നല്ല, കമ്പയർ ചെയ്യുമ്പോൾ അത് അടിപൊളിയാണ്, റൈറ്റ്? അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യു ഷുഡ് ട്രൈ ഫോർ ദ ബെസ്റ്റ് വൺ. റൈറ്റ്, നൗ കമ്മിങ് ബാക്ക് ടു, ഞാൻ ഈ സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ ഇപ്പോൾ സിലബസ് അനുസരിച്ച് വേണം പഠിക്കാൻ, അതാണ് ഒരു കാര്യം. രണ്ടാമത്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ് SSCയുടെ ലോകത്തോടാണ്. SSC. അപ്പോൾ ഇത് ഈ വർഷം ഇറങ്ങിയ 2024 ഇറങ്ങിയ സെലക്ഷൻ പോസ്റ്റിൻ്റെ ഫേസ് 12 എക്സാമാണ്. ഫേസ് 2024 ഫേസ് 12 ആയിരുന്നു. അപ്പോൾ ഇതിൽ ലാസ്റ്റ് മാർച്ചിലാണ് ഇതിൻ്റെ ഡേറ്റ് തീർന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ തീർന്നത്. അപ്പോൾ അതിൽ ഇതൊരു കോമൺ എക്സാമാണ്. ഈ കോമൺ എക്സാമിൻ്റെ അകത്ത് ഒരുപാട് പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനൊക്കെ ഏജ് ഓവർ ഉണ്ട്. 30 വയസ്സാണ് കട്ട് ഓഫ്. അതൊന്നുമല്ല എനിക്ക് പറയാൻ താല്പര്യമുള്ളത്. ഇത്രയും അധികം പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്. അതിൽ 11ാമത്തെ പോസ്റ്റാണ് എനിക്ക് പറയാൻ താല്പര്യമുള്ളത്. 11, 12, 13 ഞാൻ കാണിച്ചു തരാം. ഇതാ, നമുക്ക് 12ാമത്തെ എടുക്കാം. 12ാമത്തെ പോസ്റ്റ് എടുക്കാം.
പോസ്റ്റിൻ്റെ പേരാണ് അസിസ്റ്റന്റ് പ്ലാൻ പ്രൊട്ടക്ഷൻ ഓഫീസർ. ഞാൻ പറഞ്ഞത് എന്താണ്, SSC നടത്തുന്നത് എന്തിനാണ്? ഗ്രൂപ്പ് ബി അതേപോലെ ഗ്രൂപ്പ് സിയിലൊക്കെ പെട്ട നോൺ ഗസറ്റഡ് പോസ്റ്റുകൾ ഒരുപാടെണ്ണം ഇന്ത്യയിലുണ്ട്. ആ പോസ്റ്റുകൾക്കുള്ള ഫില്ല് ചെയ്യുന്നത് SSC ആണ്. അപ്പോൾ ഇതിപ്പോൾ അതിൽപ്പെട്ടൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്ലാൻ പ്രൊട്ടക്ഷൻ ഓഫീസർ വീറ്റ് സയൻസ് നമ്പർ 12. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ റീജിയൻ്റെ SSC ആണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് പോസ്റ്റ് ചെയ്യുന്നത് DPPQS ഫരീദാബാദിലാണ്. ഏജ് 18 മുതൽ 30 ലെവൽ 6 ആണ് സാലറി. ഗ്രാജുവേഷൻ എബോ. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ MSc അഗ്രികൾച്ചർ സ്പെഷ്യലൈസേഷൻ ഇൻ വീറ്റ് സയൻസ് അല്ലെങ്കിൽ MSc അഗ്രോണമി ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം എഴുതാം. അപ്പോൾ ഇന്ത്യ മൊത്തമുള്ള അങ്ങനത്തെ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എക്സാംസ് എഴുതുകയും യു ക്യാൻ സീ 7 വേക്കൻസീസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇനി നിങ്ങൾ എൻഡമോളജി എടുത്ത് നോക്കി, ഒരു വർഷം വിളിക്കുന്നത് 15 പേരെയാണ്. 15 പേര് തൊട്ട് താഴെ 15 പേരെ. അതിൽ 3 ജനറലുണ്ട്, റിസർവേഷൻ ഉള്ളത് ബാക്കിയുണ്ട്. അങ്ങനെ ആയിരുന്നാലും 15 പോസ്റ്റ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ നമ്പർ ഓഫ് റിക്രൂട്ട്മെന്റ്സ് ആർ ഹാപ്പനിങ്. യു പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ് ദീസ്, റൈറ്റ്? അപ്പോൾ ഇതൊക്കെ എന്താ കാണിച്ചു തരുന്നത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വിടരുത്, ചോദ്യം കണ്ടാൽ വിടരുത്. കണ്ട ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തോന്നി എന്തിനായിരുന്നു. അപ്പോൾ പിന്നെ പലർക്കും വരുന്ന ഡൗട്ടാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിരുന്നു നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആണ്, അതായത് ചണ്ഡീഗഡിലാണ് ഈ SSCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. നോർത്ത് വെസ്റ്റേൺ അവരാണ് ഈ എക്സാം റിക്രൂട്ട്മെന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇവർ പോസ്റ്റിംഗ് തരുന്നത് ചണ്ഡീഗഡിലാണോ, ദൈവമേ ഞാൻ പഞ്ചാബിൽ പോയി ജോലി ചെയ്യേണ്ടി വരും. പഞ്ചാബിലും ജോലി ചെയ്യണം, മിസോറാമിലും ജോലി ചെയ്യേണ്ടി വരും. അതായത് ഓൾ ഇന്ത്യ ലയബിലിറ്റി ആണ് ഓരോ പോസ്റ്റും. മനസ്സിലായോ? അപ്പോൾ ഓരോ പോസ്റ്റിനും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോണ്ട് അസ്യൂം ദാറ്റ് ഐ വിൽ ബി വർക്കിംഗ് ഓൺലി ഇൻ പഞ്ചാബ്, നത്തിങ് ലൈക്ക് ദാറ്റ്. ഓൾ ഇന്ത്യ സർവീസ് ആയിരിക്കും. അതും കാര്യം ഞാൻ ഓർക്കും. അപ്പോൾ നിങ്ങൾ നോക്കി ആ ഒരൊറ്റ എക്സാമ്പിളിൽ നിന്ന് എത്ര പോസ്റ്റിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. യു ക്യാൻ സി എൻ്റെ എന്നില്ല PDF. ഇറ്റ് ഗോസ് 350, 360, 370, 384 ഒക്കെ എത്തി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിലെല്ലാം നമുക്ക് സ്യൂട്ടബിൾ അല്ല കേട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എവറിത്തിങ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക. യു ക്യാൻ സി 489 പോസ്റ്റ്സ്, ഡിഫറെൻറ്റ് പോസ്റ്റ്സ്. അതിൽ നമുക്ക് ആവശ്യമുള്ള പോസ്റ്റ് സെലക്ട് ചെയ്തിട്ട് യു ക്യാൻ അറ്റംപ്റ്റ്. കണ്ടോ നിങ്ങൾ, ഒരു വർഷത്തെ റിക്രൂട്ട്മെന്റ്. എവറി ഇയർ ദേ കണ്ടക്ട് ദിസ് എക്സാം. ഓക്കെ, എവറി സിംഗിൾ ഇയർ. അപ്പോൾ ഓർത്തിരിക്കുക. ഇനി SSC CGL ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് യു ക്യാൻ ഗോ ടു ദാറ്റ്, യു ക്യാൻ റെഫർ, യു ക്യാൻ ഗോ ഫോർ കോച്ചിങ്. CGL ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് തന്നെ വേണം, കാരണം സ്പീഡ് വേണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ അത് കാണിച്ചിരുന്ന സ്ഥിതിക്ക് ഫൈനലി ലെറ്റ് മീ ടേക്ക് യു ടു ദി വേൾഡ് ഓഫ് എംപ്ലോയ്മെന്റ് ന്യൂസ്. എവറി വീക്ക്, ഓക്കെ, എവറി സിംഗിൾ വീക്ക് നമ്മളെ മിനിസ്ട്രി എംപ്ലോയ്മെന്റ് ന്യൂസ് അല്ലെങ്കിൽ റോസ്ഗർ സമാചാർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പുറത്തിറക്കുന്നുണ്ട്. ഇതാണ് ആ സാധനം. നിങ്ങളെ ഫ്രണ്ടിൽ കാണുന്ന PDF ആണ് അത്. അപ്പോൾ ഇത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ PDF ആണ്. അപ്പോൾ ഇതിൽ ഏകദേശം 56 പേജുണ്ട്. ഈ 56 പേജിൽ കുറേ കാര്യങ്ങൾ ജനറൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആ ഒരാഴ്ചയിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിരിക്കുന്ന എന്ത് ഏജൻസി ഏതൊരു പോസ്റ്റ് വിളിച്ചാലും അത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ ഷോ യു വൺ എക്സാമ്പിൾ. ലെറ്റ് മീ ടേക്ക് യു ടു ദിസ് എക്സാമ്പിൾ. ഒരുപാട് വേക്കൻസികളുണ്ട്. യു ക്യാൻ സി എല്ലാം നമുക്ക് ആവശ്യമുള്ള ഇതല്ല, ചിലതൊക്കെ നമുക്ക് സൂട്ടബിൾ ആണ്, അത് അപ്ലൈ ചെയ്യാം. നമുക്ക് ക്രാക്ക് ചെയ്യാം, നന്നാവും തോന്നിയാൽ അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നമ്മൾ അടുത്തത് നോക്കും, അത്രേ ഉള്ളൂ അല്ലേ. അങ്ങനെ എത്ര എക്സാംസ് നമ്മൾ എഴുതുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാണ്. അപ്പോൾ എവറി വീക്ക് ഇതിങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അതിൽ സൂട്ടബിൾ ആയിരിക്കുന്ന എക്സാം സെലക്ട് ചെയ്തിട്ട് വിൽ ഗിവ് അറ്റംപ്റ്റ്. എപ്പോഴും നോക്കേണ്ടത് ഇതിനെല്ലാം ഏജ് ലിമിറ്റ് ഉണ്ട്, കട്ട് ഓഫ് ഏജ് ഉണ്ട്. പൊതുവേ ചെറിയ പോസ്റ്റൊക്കെ ആണെങ്കിൽ 30 വയസ്സാണ്. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നതാണെങ്കിൽ ദിൽ ബി ഡിഫറെൻറ്റ് കേസസ്. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് റാൻഡമായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വിചാരിച്ചായിരുന്നു. ലെറ്റ് മീ സി വെദർ ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്. ലെറ്റ് മീ സി. ഓക്കെ, ലെറ്റ് us ടേക്ക് ദ കേസ് ഓഫ് IBPS. IBPS വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, IBPS വിളിച്ചിരിക്കുന്നത് ഈ ന്യൂസ് പേപ്പറിനകത്ത് ഇത്രയും വലിയൊരു പരസ്യം അവർ കൊടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെയൊക്കെ കയ്യിൽ ഫോണുണ്ട്, ടെലിഗ്രാം ഉണ്ട്, നമ്മളുടെയൊക്കെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. അതിൽ PDF ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് ഗൂഗിൾ ചെയ്യാം എംപ്ലോയ്മെന്റ് ന്യൂസ് ദിസ് വീക്ക് എന്ന്. അപ്പോൾ ഓപ്പണായി വരുന്ന പേജൊക്കെ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്ന പോസ്റ്റ് ഉണ്ടോ നോക്കുക, അപ്ലൈ ചെയ്യാം. നൗ ഐ വിൽ ടേക്ക് യു ദിസ് കേസ് ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ നബാർഡ് റിക്രൂട്ട്മെന്റ്. അപ്പോൾ നബാർഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫോർ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് A 2024 കാണിച്ചിരിക്കുകയാണ്. അതിൽ അസിസ്റ്റന്റ് മാനേജ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിങ് സർവീസിനകത്ത് യു ക്യാൻ സി 5th വൺ ഈസ് അഗ്രികൾച്ചർ. അതിൻ്റെ സിലബസ് ആണ് ഞാൻ നേരത്തെ മുമ്പ് കാണിച്ചത്.
You can see the gross enrollments. You can see the salary. They are giving you 1 lakh per month, guys, for you when you before 30 years age ആണ് maximum. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയ the opportunities that you have wonderful opportunity. The only things that we are not aware of these things. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ യു ഹാവ് ടു ഫൈൻഡ്, യു ഹാവ് ടു ഹണ്ട് ഫോർ ഇറ്റ്. ലിറ്ററലി ഹണ്ട് ചെയ്യണം. ഹണ്ട് ചെയ്തിട്ട് ടാർഗറ്റ് ലോക്ക് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് കോർ പ്രിപ്പറേഷൻ, നത്തിങ് എൽസ്. ഓക്കെ, അത് സേ വാട്ട് എവർ ഇറ്റ് മേ ബി, UPSC ആയാലും ഈവൺ FCA ആയാലും, അതിപ്പോൾ ഏത് എക്സാം ആയാലും, നെവർ ലീവ്, നെവർ ടേക്ക് എ ചാൻസ്, ഓൾവേസ് ഗീവ് ദ മാക്സിമം അറ്റംപ്റ്റ്. മാക്സിമം ഹാർഡ് കോർ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ വിൽ ക്രാക്ക് ഗവൺമെൻറ് എക്സാംസ്. ഓക്കെ, സോ ബൈ ദിസ് I have covered you. I have shown you how government, public sector, cooperative sector recruitments are done, how banking or agri-finance sector recruitments are done. So you just take something from this, that is employment news is important. You have to go through employment every single week, go through it, attempt. Then Kerala PSC ഞാൻ പറയേണ്ട ആവശ്യമില്ല. You people are from Kerala, so you know how it is done. Kerala PSC system എങ്ങനെയാണെന്ന് കാണിച്ചു. അപ്പോൾ only one thing I would like to point out here is that don't think that BSc Agri മാത്രം അല്ലെങ്കിൽ PG ചെയ്താൽ PhD ചെയ്ത് കഴിഞ്ഞാൽ your opportunity goes down. Nothing like that. Whenever you do your higher studies, actually your options are widening. Your options increase. Okay. So with this, let me end the part 1. Stay tuned for the part 2. Until then, bye-bye.